ഇതാണ് ഞാൻ പറഞ്ഞത്. പണസമ്പാദനം മാത്രമല്ല. എന്നിട്ട് അങ്ങനെ വന്നിട്ട് എന്താ ചെയ്തത്? 100 ദിനാറുള്ളവനെല്ലാം കൈവക്കിക്കാട്ടെ, 1000 ദിനാറുള്ളവൻ കൈവക്കിക്കാട്ടെ. ഏത് അപ്പോസ്തലന്മാരാണ്? യേശു കർത്താവാണോ? അപ്പോസ്തലന്മാരാണോ? ആരെങ്കിലും ഈ രീതിയിൽ കാശിന് വേണ്ടി പിരിവ് നടത്തി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതിപ്പോൾ ഏത് കൺവെൻഷൻ നടത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിലുള്ള ഏറ്റവും വലിയ നോട്ട് എടുക്കുക. ഏറ്റവും വലിയ നോട്ട് എന്തെടുക്കാനാ? അത് ഇവിടെ ഇട്. നിങ്ങൾ ദൈവത്തിന് കൊടുക്കുക, നിങ്ങൾക്ക് 100 മടങ്ങ് പ്രതിഫലം കിട്ടും. ഇതന്നെ ദൈവം എന്നാ മുച്ചിട്ട് കളിക്കാരനാണോ? കൊടുക്കുന്നത് സന്തോഷത്തോടെ കൊടുക്കണമെന്ന് വ്യവസ്ഥ പറയുന്നത്, അല്ലാതെ ബിസിനസ് ചെയ്യാൻ കൊടുക്കാനല്ല. ദൈവം 100 മടങ്ങ് പ്രതിഫലം തരുമെന്ന് പറഞ്ഞ് നിങ്ങൾ ആരെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ കൊടുത്തുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടായില്ല. കാരണം തിരികെ കിട്ടാൻ വേണ്ടി കൊടുക്കുന്നവൻ എന്തോന്ന് മഹിമയാ ഉള്ളത്. ദൈവം തരുമോ ഇല്ലയോ എന്നുള്ളതല്ല വിഷയം. മടക്കി കിട്ടാനുള്ള ആഗ്രഹത്തോടു കൂടെ നിങ്ങൾ എന്തൊരു ബിസിനസ്, ദൈവത്തോട് പോലും നിങ്ങൾ ബിസിനസ് അല്ലേ കാണിക്കുന്നത്? ഇവിടെ നിന്ന് പ്രസംഗിക്കുന്നവനും ഇങ്ങോട്ട് കൈവൊക്കെ കാണിച്ചിട്ട് ഇട ഏറ്റവും വലിയ നോട്ടെന്ന് പറയുന്ന ആളും ഇതല്ലേ പഠിപ്പിക്കുന്നത്? ബിസിനസ് അല്ലേ പഠിപ്പിക്കുന്നത് സാധാരണക്കാരായ ജനങ്ങളെ? എവിടെ ഇതിനകത്ത് സ്പിരിച്വാലിറ്റി? എവിടെയാണ് ഇതിനകത്ത് ആത്മീയത? അതുകൊണ്ടാണ് ആത്മാവിൻ്റെ കൃപാവരങ്ങൾ ഒരു കാരണവശാലും പണസമ്പാദനത്തിന് വേണ്ടിയോ പദവികൾക്ക് വേണ്ടിയോ പ്രശസ്തിക്ക് വേണ്ടിയോ ഉപയോഗിക്കാൻ പാടില്ല. കാരണം ദൈവം അവൻ്റെ മഹാദയ കൊണ്ട് മഹാകരുണ കൊണ്ട് നൽകിയതാണ്. ഇത് എന്തിനു വേണ്ടി മാത്രമാണ് നൽകിയിരിക്കുന്നത്? മറ്റുള്ളവരുടെ പൊതുപ്രയോജനത്തിന് വേണ്ടി. വേദപുസ്തകത്തിൽ ഈ പ്രത്യേകിച്ച് 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിലും റോമാലേഖനത്തിൻ്റെ 12-ാം അധ്യായത്തിലും എഫേസ്യ ലേഖനത്തിലും കൊലോസ്യ ലേഖനത്തിലും എല്ലാം ദൈവസഭയെ ചിത്രീകരിക്കുമ്പോൾ പ്രധാനമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. കർത്താവ് തലയും നമ്മൾ അവൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളുമാണ്. ശരീരത്തിൻ്റെ അവയവങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് കൃപാവരങ്ങളുടെ കാര്യം തന്നെ നമ്മൾ പലപ്പോഴും ഇവിടെ വായിക്കുന്നത്. 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ ആത്മാവിൻ്റെ പ്രകാശനം പൊതുപ്രയോജനത്തിന് നൽകിയിരിക്കുന്നു. വേഴ്സ് 12 വരുമ്പോഴത്തേക്ക് ശരീരം ഒന്ന്, അതിന് അവയവം പലതും, ശരീരത്തിൻ്റെ അവയവം പലതായിരിക്കെ എല്ലാം ഒരു ശരീരവും ആയിരിക്കുന്നത് പോലെ തന്നെ ആകുന്നു ക്രിസ്തുവും. 17-ാമത്തെ വാക്യം വായിക്കുമ്പോഴത്തേക്ക് ശരീരം മുഴുവൻ കണ്ണായാൽ ശ്രവണം എവിടെ? മുഴുവൻ ശ്രവണമായാൽ ഘ്രാണം എവിടെ? ദൈവമോ തൻ്റെ ഇഷ്ടപ്രകാരം അവയവങ്ങളെ ശരീരത്തിൽ വെവ്വേറെയായി വെച്ചിരിക്കുന്നു. 26 ഇങ്ങോട്ടുള്ള വാക്യങ്ങളെല്ലാം വായിക്കുമ്പോൾ, അതിനാൽ ഒരു അവയവം കഷ്ടം അനുഭവിക്കുന്നുവെങ്കിൽ അവയവങ്ങളൊക്കെയും കൂടെ കഷ്ടം അനുഭവിക്കുന്നു. ഒരു അവയവത്തിന് മാനം വന്നാൽ അവയവങ്ങളൊക്കെയും കൂടെ സന്തോഷിക്കുന്നു. ശരീരത്തിൻ്റെ അവയവങ്ങൾക്കെല്ലാം ദൈവം ഓരോ ഫങ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. എന്തിനാണ്? ഓൾമോസ്റ്റ് ഒരു അവയവത്തിനും ആ അവയവത്തിന് വേണ്ട ഫങ്ഷൻ അല്ല കൊടുത്തിരിക്കുന്നത്. എൻ്റെ കൈക്ക് വേണ്ട ഫങ്ഷൻ അല്ല എൻ്റെ കൈക്ക് കൊടുത്തിരിക്കുന്നത്. നെറ്റിക്ക് ഒരു കൊതുക് വന്നിരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ ശരീരത്തിൻ്റെ എവിടെയെങ്കിലും ഞാൻ കൊതുകിനെ അടിക്കാൻ എൻ്റെ കൈ ഉപയോഗിക്കുന്നു. കൊതുക് വന്നിരിക്കുമ്പോൾ പ്രശ്നമുള്ളത് ആർക്കാ? നെറ്റിക്കാ, കൈക്കല്ല. ആണോ? പക്ഷേ നെറ്റി എങ്ങും കൊണ്ടിരിക്കുന്നില്ലല്ലോ നമ്മൾ. ഉണ്ടോ? ഇല്ല. എന്തുകൊണ്ടാണ്? ദൈവം ശരീരത്തെ അങ്ങനെയാണ് നിയമിച്ചിരിക്കുന്നത്. നെറ്റിക്കൊരാവശ്യം ഉണ്ടാകുമ്പോൾ കൈയാ ഉപയോഗിക്കുന്നത്. എനിക്കൊരു സ്ഥലത്ത് പോകണമെങ്കിൽ എൻ്റെ കാലിനെ ഉപയോഗിക്കുന്നത്. കാലിന് പോകേണ്ടടത്തല്ല ഞാൻ പോകുന്നത്, എനിക്ക് പോകേണ്ടടത്താണ് പോകുന്നത്. ഞാൻ ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ അതിൻ്റെ എൻ്റെ സ്മെല്ല് വരുന്നത് മൂക്കിലൂടെ. പക്ഷേ ഞാൻ മൂക്കിലൂടെ അല്ലല്ലോ കഴിക്കുന്നതാണോ? അല്ല. അതുകൊണ്ട് ശരീരത്തിൻ്റെ ഏത് അവയവത്തിനും ദൈവം കൊടുത്തിരിക്കുന്ന ഫങ്ഷൻ ആ അവയവത്തിന് വേണ്ടിയുള്ളതല്ല, മറ്റൊരവയവത്തിന് വേണ്ടിയുള്ളതാണ്. ഇതുപോലെയാണ് കൃപാവരങ്ങൾ. ദൈവം എനിക്ക് തന്നിരിക്കുന്ന കൃപാവരം എനിക്ക് വേണ്ടിയുള്ളതല്ല. ദൈവം എനിക്ക് തന്നിരിക്കുന്ന കൃപാവരം മറ്റൊരാൾക്ക് വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് അന്യോന്യം ഞാൻ ശുശ്രൂഷിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഒരവയവത്തെയും ആവശ്യമില്ലെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ഓരോ അവയവത്തിന് ഓരോ ഫങ്ഷൻസ് ദൈവം കൊടുത്തിരിക്കുന്നത് പോലെ സഭയിലെ ഓരോ വ്യക്തികൾക്ക് ദൈവം വ്യത്യസ്തമായ കൃപാവരങ്ങൾ കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ അന്യോന്യം ശുശ്രൂഷിക്കുകയാണ്. എല്ലാം ദൈവം ഫങ്ഷൻസ് എല്ലാം ഒരു ബോഡി എങ്ങനെ അന്യോന്യം യോജിച്ച് നിർത്തിയിരിക്കുന്നുവോ അതുപോലെ ക്രിസ്തുവാകുന്ന തലയുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളെയും ദൈവം അതാതിൻ്റെ ഉപയോഗമനുസരിച്ച് കൃത്യതയോടുകൂടെ ചേർത്ത് വച്ചിരിക്കുകയാണ്. ഈ ഒരു തിരിച്ചറിവ് ഞാൻ പറഞ്ഞല്ലോ, ചർച്ച് ഈസ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്. റോമാലേഖനം 12-ാം അധ്യായത്തിൻ്റെ ഞാൻ വാക്യങ്ങൾ മാത്രം പറഞ്ഞു പോവുകയാണ്. 12-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം എല്ലാം വായിക്കാനും നമുക്ക് നേരമില്ല. റോമൻസ് ചാപ്റ്റർ 12 വേഴ്സ് 5 നമ്മൾ കാണുന്നു, അതുപോലെ പലരായ നാം ക്രിസ്തുവിൽ ഒരു ശരീരവും എല്ലാവരും തമ്മിൽ അവയവങ്ങളും ആകുന്നു. ആകയാൽ നമുക്ക് ലഭിച്ച കൃപയ്ക്ക് ഒത്തവണ്ണം വെവ്വേറെ വരമുള്ളത് കൊണ്ട് പ്രവചനമെങ്കിൽ വിശ്വാസത്തിനൊത്തവണ്ണം, ശുശ്രൂഷയെങ്കിൽ ശുശ്രൂഷയിൽ, ഉപദേശിക്കുന്നവൻ എങ്കിൽ ഉപദേശത്തിൽ, പ്രബോധിപ്പിക്കുന്നവൻ എങ്കിൽ പ്രബോധനത്തിൽ, ദാനം ചെയ്യുന്നവൻ ഏകാഗ്രതയോടെ, ഭരിക്കുന്നവൻ ഉത്സാഹത്തോടെ, കരുണ ചെയ്യുന്നവൻ പ്രസന്നതയോടെ ആകട്ടെ. നോക്ക്, ശരീരത്തിൻ്റെ അവയവങ്ങളുമായിട്ട് പറഞ്ഞിട്ടാണ്. ആകയാൽ അതുപോലെ പലരായ നാം ക്രിസ്തുവിൽ ഒരു ശരീരവും എല്ലാവരും തമ്മിൽ അവയവങ്ങളുമാകുന്നു. ആകയാൽ നമുക്ക് ലഭിച്ച കൃപയ്ക്കൊത്തവണ്ണം വരങ്ങളെ നമ്മൾ എങ്ങനെ ഉപയോഗിക്കണം?
എന്തൊരു കൃത്യമായ ഒരു അനാലജിയാണ് പൗലോസ് അവിടെ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിൽ എത്രയോ നല്ല ഒരു ഉദാഹരണമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. എഫെസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 23-ാം വാക്യത്തിലും 4-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിലും 5-ന്റെ 23-30, കൊലോസ്യ ലേഖനം 1-ന്റെ 24, ഇവിടെ എല്ലാം ക്രിസ്തു തലയും നമ്മൾ അവൻ്റെ ശരീരവും ശരീരത്തിലെ അവയവങ്ങളും എന്ന നിലയിലുള്ള ഡിസ്ക്രിപ്ഷൻസ് നമ്മൾ കൃത്യമായിട്ട് കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? 1 Peter chapter 4:10 നമ്മൾ നേരത്തെ വായിച്ചതാണ്. സകലത്തിനും നല്ല കാര്യവിചാരകന്മാരായി, അവിടെ എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന കൃപയുടെ മാനിഫോൾഡ് വിവിധമായ ദൈവകൃപയുടെ നല്ല ഗൃഹവിചാരകന്മാരായിക്കൊണ്ട് അതിനെക്കൊണ്ട് അന്യോന്യം ശുശ്രൂഷിപ്പിൻ. ഒരു ശരീരത്തിലെ ഒരവയവം മറ്റൊരവയവത്തെ ശുശ്രൂഷിക്കുന്നത് പോലെ ഒരു സഭയിലെ ഒരംഗം മറ്റൊരംഗത്തെ തങ്ങൾക്ക് ദൈവം നൽകിയിരിക്കുന്ന കൃപയുടെ മാനിഫെസ്റ്റേഷൻസും ഉണ്ട്. നല്ല കാര്യവിചാരകന്മാരായി. നല്ല കാര്യവിചാരകന്മാരെന്ന് പറയുമ്പോൾ ആവശ്യമുള്ളിടത്ത് കൊടുക്കുന്നവനാണ് നല്ല കാര്യവിചാരകൻ, അല്ലാതെ ആവശ്യമില്ലാത്തത് എവിടെയെങ്കിലും കൊണ്ട് കൊടുക്കുന്നവനല്ല. ഞാൻ ഒരു കാര്യവിചാരകൻ്റെ പ്രത്യേകത അവൻ്റെ ബജറ്റിംഗ് ഭയങ്കരമാണ്. നല്ലൊരു കാര്യവിചാരകൻ എപ്പോഴും ബജറ്റ് ചെയ്യുന്നത്, ഇപ്പം എനിക്ക് 25,000 രൂപ ശമ്പളമുണ്ട്, 20,000 രൂപ ഞാൻ ഡ്രസ്സ് വാങ്ങിക്കാൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഞാനൊരു നല്ല കാര്യവിചാരകനല്ല. എനിക്ക് എൻ്റെ ഓരോരുത്തരുടെ ആവശ്യങ്ങൾ, ഓരോരുത്തരുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം, അല്ലെങ്കിൽ ഓരോരോ കാര്യങ്ങൾ, നമ്മുടെ ഓരോ കാര്യങ്ങളും അതിനാവശ്യമുള്ളത് അവിടെ. ഇതുപോലെയാണ് നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന കൃപ. എവിടെ ആർക്ക് ആവശ്യമുണ്ടോ അവർക്ക്. എന്തുകൊണ്ടാണ് ക്രൂസൈഡ് നടത്തുന്നവരെല്ലാം പിന്നെ തിരുവല്ലായി വന്ന് ക്രൂസൈഡ് നടത്തുന്നത്, അല്ലെ കാട്ടാക്കട വന്ന് ക്രൂസൈഡ് നടത്തുന്നത്? വരുന്നവർ അവർക്ക് കുറച്ച് ആൾ വേണം, അവർക്ക് വേണ്ടിയാണ് നടത്തുന്നത്, അല്ലാതെ വരുന്നവർക്ക് വേണ്ടിയൊന്നും അല്ല നടത്തുന്നത്. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങൾ ഗ്രഹിച്ചു കാണുമെന്ന് ഞാൻ ചിന്തിക്കുന്നു. അത് ആവശ്യമുള്ള എത്രയോ സ്ഥലമുണ്ട്. എന്തുകൊണ്ടാണ് നിങ്ങൾ മഞ്ചേരി പോയൊരെണ്ണം നടത്താത്തത്? എന്തുകൊണ്ടാണ് പൊന്നാനി പോയൊരു ക്രൂസൈഡ് നടത്താത്തത്? കാശ്മീരിൽ പോകുന്ന കാര്യമൊക്കെ വിട്. എന്തുകൊണ്ടാണ് നിങ്ങൾ കോട്ടയ്ക്കൽ പോയി ഒരു ക്രൂസൈഡ് നടത്താത്തത്? ദൈവകൃപയുടെ നല്ല ഗൃഹവിചാരകന്മാരാണെങ്കിൽ അത് ആർക്ക് ആവശ്യമുണ്ടോ അവിടെയാണ് കൊണ്ട് കൊടുക്കേണ്ടത്, അല്ലാതെ നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടാകുന്ന സ്ഥലത്ത് കൊണ്ട് കൊടുക്കാനുള്ളതല്ല ഇത്. ഒരു പ്രവാചകന് പ്രയോജനമുള്ളത് ഗൾഫിലാണെങ്കിൽ അവൻ ഗൾഫിലേക്ക് ഓടുന്നതല്ല സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. ഗൾഫിൽ പോകരുതെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എന്തിനു വേണ്ടിയാണ് നിങ്ങൾ പോകുന്നത്? എന്താണ് നിങ്ങളുടെ ലക്ഷ്യം? അന്യോന്യം ശുശ്രൂഷിക്കുവാനാണോ അതോ ലഭിക്കുവാനാണോ? ഇറ്റ്സ് എ ബിഗസ്റ്റ് ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് ലഭിക്കുന്നെങ്കിൽ ലഭിച്ചോട്ടെ, പക്ഷെ അവർക്ക് വല്ലതും കൊടുത്തേച്ച് വേണം കിട്ടാനായിട്ട്. ഇത് കിട്ടാൻ വേണ്ടി തന്നെ പോകരുത്, കൊടുത്തിട്ട് വാങ്ങിച്ചോ. പക്ഷേ ഇവിടെ നല്ല ഗൃഹവിചാരകന്മാരാകുമ്പോൾ എപ്പോഴും എവിടെ ആർക്ക് ആവശ്യമുണ്ടോ അതിലേക്കുള്ള ഒരു യാത്രയായിട്ടാണ് നമ്മൾ ഇതിനെ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ ഒരു എനിക്ക് സ്വാർത്ഥമായ ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു കാര്യമായിട്ടല്ല ഞാനിതിനെ മനസ്സിലാക്കേണ്ടത് എന്നുള്ളത് നിങ്ങൾ ഓർക്കുക. ഇവിടെ ഞാൻ കൃപാവരങ്ങളെക്കുറിച്ച് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, പല വിധത്തിലുള്ള പല വ്യത്യസ്തമായ കൃപാവരങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ദർ ആർ ഡൈവേഴ്സിറ്റീസ് ഓഫ് ഗിഫ്റ്റ്സ്. അതിനകത്ത് പല വിവരണങ്ങളുണ്ട്. പല വിവരണങ്ങളിലായിട്ട് നമ്മൾ പല കൃപാവരങ്ങളാണ് കാണുന്നത്. അതുകൊണ്ട് ഇതിനെ 8, 9, 12 എന്നൊന്നും പറഞ്ഞ് നമുക്ക് പലപ്പോഴും ലിമിറ്റ് ചെയ്യാനായിട്ട് കഴിയത്തില്ല. നമ്മളങ്ങനെ പറയാറുണ്ടെങ്കിൽ ആത്മാവിൻ്റെ ഫലം വിവരിക്കുന്ന ഗലാത്യ ലേഖനത്തിൽ അത് 9 ആയതുകൊണ്ട് കൃപാവരങ്ങളും 9 എന്ന് നമ്മൾ കൊരിന്ത്യർ ലേഖനത്തിലെ 12-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ ഭാഗം വായിച്ചിട്ട് നമ്മളങ്ങനെ പറയാറുണ്ട്. പക്ഷേ പിന്നീട് അതിൽ നിന്ന് വ്യത്യസ്തമായ അനേക കൃപാവരങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 11 വരെയുള്ള ഭാഗങ്ങളിലാണ് നമ്മൾ ഒരു ലിസ്റ്റ് ശരിക്കും കാണുന്നത്. ആദ്യത്തെ ലിസ്റ്റ് നമ്മൾ കാണുന്നത് 12-ന്റെ 1 മുതൽ 7 വരെ വേർഡ് ഓഫ് വിസ്ഡം, വേർഡ് ഓഫ് നോളജ് എന്ന് പറഞ്ഞ് പോകുന്നതായ ഭാഗത്തിലെ ഒരുത്തന് ആത്മാവിനാൽ ജ്ഞാനത്തിൻ്റെ വചനം, മറ്റൊരുത്തന് അതേ ആത്മാവിനാൽ പരിജ്ഞാനത്തിൻ്റെ വചനം നൽകപ്പെടുന്നു, മറ്റൊരുത്തന് അതേ ആത്മാവിനാൽ വിശ്വാസം, വേറൊരുത്തന് അതേ ആത്മാവിനാൽ രോഗശാന്തികളുടെ വരം, മറ്റൊരുത്തന് വീര്യപ്രവർത്തികൾ, മറ്റൊരുത്തന് പ്രവചനം, മറ്റൊരുത്തന് ആത്മാക്കളുടെ വിവേചനം, മറ്റൊരുത്തന് പലവിധ ഭാഷകൾ, വേറൊരുത്തന് ഭാഷകളുടെ വ്യാഖ്യാനം. ഇത് എല്ലാം പ്രവർത്തിക്കുന്നത് താൻ ഇച്ഛിക്കും പോലെ അവന് വരം പകുത്തു കൊടുക്കുന്ന പരിശുദ്ധാത്മാവ് തന്നെയാണ്. നമ്മളിത് വിവരിച്ച് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ആ ലിസ്റ്റ് മാത്രം ഒന്ന് വായിച്ചു പോവുകയാണ്. രണ്ടാമത്തെ ലിസ്റ്റ് നമ്മൾ കാണുന്നത് 12-ാം അധ്യായത്തിൻ്റെ 28 മുതൽ 31 വരെയുള്ള വാക്യങ്ങളിലാണ് നമ്മൾ കാണുന്നത്. എല്ലാവരും അപ്പോസ്തലന്മാരോ, അവിടെ വാസ്തവത്തിൽ ഇറ്റ് സെയ്സ് അബൌട്ട് ശുശ്രൂഷകൾ എന്നുള്ള നിലയിലാണ്. അത് പക്ഷേ അവിടെ എഴുതിയിരിക്കുന്നത് എല്ലാവരും അപ്പോസ്തലന്മാരോ, എല്ലാവരും പ്രവാചകന്മാരോ, എല്ലാവരും ഉപദേഷ്ടാക്കന്മാരോ, എല്ലാവരും വീര്യപ്രവൃത്തികൾ ചെയ്യുന്നവരോ, എല്ലാവർക്കും രോഗശാന്തിക്കുള്ള വരമുണ്ടോ, എല്ലാവരും അന്യഭാഷകൾ സംസാരിക്കുന്നുവോ, എല്ലാവരും വ്യാഖ്യാനിക്കുന്നുവോ, ശ്രേഷ്ഠവരങ്ങളെ വാഞ്ചിപ്പിൻ. ഇതിനകത്ത് നേരത്തെ ഉള്ള ലിസ്റ്റിലില്ലാത്ത പല കാര്യങ്ങൾ ഇതിനകത്ത് കയറി വന്നിട്ടുണ്ട്. നേരത്തെ ഉള്ള ലിസ്റ്റിൽ നമ്മൾ കാണാത്തതായ ഒരു സെക്കൻഡ് ലിസ്റ്റ് നമ്മൾ കാണുമ്പോഴത്തേക്ക് അതിനകത്ത് നേരത്തെ ഇല്ലാത്തതായ കാര്യങ്ങൾ, അതിനകത്ത് മിനിസ്ട്രീസ് എന്നുള്ള നിലയിലാണ് നമ്മൾ കാണുന്നത്. എന്നാൽ സഹായത്തിനുള്ള വരം, ഭരിക്കുവാനുള്ള വരം, ഹെൽപ്സ്, അവിടെ റിലീഫ്, പാർട്ടേക്കിംഗ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഹെൽപ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് പുറത്തുനിന്ന് എറിഞ്ഞു കൊടുക്കുന്ന ഒരു സഹായം എന്നുള്ള നിലയിലല്ല.
പലപ്പോഴും വലിയൊരു പ്രോബ്ലം ഉള്ളതെന്നു വെച്ച് കഴിഞ്ഞാൽ ദൈവസഭയിൽ ഒരിക്കലും കടന്നുകൂടാൻ പാടില്ലാത്ത ഒരു വാക്ക് നമ്മളിപ്പോൾ പലപ്പോഴായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. എന്താണെന്നറിയാമോ? സ്പോൺസർ. ദൈവസഭയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വാക്കല്ല. ഹൂ ആർ യു ടു സ്പോൺസർ ദ മിനിസ്ട്രി ഓഫ് ജീസസ്? യു ആർ നോബഡി. അത് ഞാനങ്ങ് സ്പോൺസർ ചെയ്തേക്കാം എന്നൊക്കെ പറയുമ്പം അറിയാതെ പറയുന്നതാണെങ്കിലും അഹങ്കാരമാണ് പറയുന്നത്. കാരണം ഒരു ബിസിനസ്സുകാരൻ സ്പോൺസർ ചെയ്യുന്നത് പോലെയാണോ നിങ്ങളൊരു പ്രോഗ്രാം സ്പോൺസർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു സുവിശേഷ വേലയെ സ്പോൺസർ ചെയ്യുന്നത്? ഇറ്റ്സ് നോട്ട് സ്പോൺസറിങ്. യു ആർ എ പാർട്ടേക്കർ. നിങ്ങളൊരു പാർട്ട്ണർ ആവുകയാണ്. നിങ്ങൾ ആ ശുശ്രൂഷയുടെ പങ്കാളിയാവുകയാണ്. നിങ്ങൾ പക്ഷേ പണം കൊടുക്കുന്നുണ്ടായിരിക്കാം. പണം കൊടുക്കുന്നവൻ സ്പോൺസറും. അതുകൊണ്ടെന്താണ് ഇപ്പം ചില സഭകളൊക്കെ സ്പോൺസർ മിനിസ്റ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാശ് അയച്ചു കൊടുക്കുന്ന ആള്. കാശ് അയച്ചു കൊടുക്കുന്ന ആള് മോശക്കാരനല്ല. കാശ് അയച്ചു കൊടുക്കുന്ന ആള് പാർട്ട്ണറാണ്. അതുകൊണ്ട് എന്താണെന്നറിയാമോ? കാശ് അയച്ചു കൊടുക്കുന്നതിനോട് ആ രീതിയിലുള്ള സ്നേഹമേ ഉള്ളിൽ നിന്ന് ആൾക്കാർക്കുള്ളൂ, കാശിന്റെ സ്നേഹം. പാർട്ട്ണർ ആണെങ്കിൽ അങ്ങനല്ല. ഈ സ്പോൺസറോടുള്ള പ്രവർത്തിക്കുന്ന ഒരു വർക്കർ എന്നുള്ള വാക്കും തെറ്റാണ്. വേദോസത്തിൽ എന്താണ് നമ്മൾ പറയുന്നത് പോലെ ചില ആളുകൾ പറയാറുണ്ട്, എനിക്കുണ്ട് ഒറീസായി 4 വേലക്കാർ. എന്നാ വീട്ടുവേല ചെയ്യുകയാണ് അവിടെ? ചുമ്മാ വർത്തമാനം പറയുന്നതിന് ഒരു ഇതില്ല. ബ്രദറെ, എനിക്കുണ്ട് ഒറീസായി 4 വേലക്കാർ. മാസം 1000 രൂപ അയച്ചു കൊടുക്കും. അവൻ 5000 രൂപ ഇല്ലാതെ ആരാ ഇവിടെ നിന്ന് ജീവിക്കാൻ പറ്റുന്നത്? 1000 രൂപ ഇവിടെ നിന്ന് അയച്ചു കൊടുക്കും. എന്നിട്ട് പറയും എനിക്കുണ്ട് വേലക്കാർ. നിങ്ങൾ കൊടുക്കുന്ന 1000 രൂപ കൊണ്ട് അവിടെ ആർക്കെങ്കിലും ജീവിക്കാൻ പറ്റും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? നിങ്ങൾ 1000 അയച്ചു കൊടുത്തു. 1000 എങ്കിൽ 1000, 500 എങ്കിൽ 500, 50 എങ്കിൽ 50, 5 എങ്കിൽ 5. നിങ്ങൾക്ക് ദൈവം നൽകിയതനുസരിച്ച് നിങ്ങൾ അയച്ചു കൊടുത്തു. അതിനൊന്നും ഞാൻ പ്രശ്നം പറയല്ല. പക്ഷേ 1000 രൂപ അങ്ങോട്ട് അയച്ചു കൊടുത്തിട്ട് എനിക്കും ഉണ്ട് അവിടെ 4 വേലക്കാരെന്ന് പറയുന്നത് അഹങ്കാരമാണ്. അത് ദൈവവചനത്തിൽ പറയുന്ന ഒരു കാര്യമല്ല. ഹല്ലേലൂയ. നമ്മൾ മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യമാണ്. സഹായത്തിനുള്ള വരമെന്ന് പറയുന്നത് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് എറിഞ്ഞു കൊടുക്കുന്ന സഹായമല്ല, പാർട്ടേക്കിംഗ് ആണ്, പങ്കാളിത്തമാണ്. അല്ലാതെ ഒരു കാര്യം വേദപുസ്തകം വിഭാവന ചെയ്യുന്നില്ല. പാർട്ടേക്കിംഗ് ആണ്. അതുപോലെ ഗവൺമെന്റ് എന്ന് ഉപയോഗിച്ചിരിക്കുന്ന വാക്കും അല്ലെങ്കിൽ ഭരണം എന്ന് ഉപയോഗിച്ചിരിക്കുന്നത് ഒരു മാനേജർ അല്ലെങ്കിൽ ക്യാപ്റ്റൻ എന്നുള്ള ഒരു വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ക്യാപ്റ്റന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന സെയിം വേർഡാണ് അവിടെ ഗ്രീക്ക് ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു ക്യാപ്റ്റൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ എല്ലാ കാര്യങ്ങളും ഒരു ക്യാപ്റ്റൻ എന്താ ചെയ്യുന്നത്? എല്ലാ കാര്യങ്ങളെയും കോർഡിനേറ്റ് ചെയ്യുന്ന ആളാണ്, എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിക്കുന്ന ആളാണ്. അതിനപ്പുറത്തുള്ള അധികാരമൊന്നും ദൈവസഭയിൽ ആർക്കും ദൈവം കൊടുത്തിട്ടില്ല. എല്ലാ കാര്യങ്ങളുടെയും മേൽനോട്ടക്കാരെന്നുള്ള അർത്ഥമേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ നിർദ്ദേശമനുസരിച്ചാണ്, ഒരു ക്യാപ്റ്റന്റെ നിർദ്ദേശം അനുസരിച്ചാണല്ലോ ഒരു ടീം പ്ലേ ചെയ്യുന്നത്, അല്ലേ? എന്ന് വെച്ചുകൊണ്ട് ആ ടീമിന്റെ മുഴുവൻ തലേ കയറാനുള്ള അവകാശമൊന്നും ക്യാപ്റ്റന് കൊടുത്തിട്ടില്ല. ക്യാപ്റ്റന്റെ നിർദ്ദേശങ്ങൾ, ഡയറക്ടർഷിപ്പ് അല്ലെങ്കിൽ മാനേജർ, അതിന് ക്യാപ്റ്റൻ എന്നുള്ള ഒരു അർത്ഥം മാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ 2 കാര്യങ്ങൾ വാസ്തവത്തിൽ ആദ്യത്തെ ലിസ്റ്റിനകത്തിൽ, അതുകൊണ്ട് ഞാൻ പറഞ്ഞ ലിസ്റ്റ് പലപ്പോഴും അപൂർണമാണ് എന്ന് പറയാനുള്ളതായ ഒരു കാര്യം നമ്മൾ കാണുന്നത്. ഇനി റോമാലേഖനം 12-ാം അധ്യായത്തിന്റെ 6ഉം 7ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ വീണ്ടും നമ്മൾ പുതിയ ചില കാര്യങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ വീണ്ടും കാണുന്നുണ്ട്. അതിനകത്ത് പ്രവചനം, ശുശ്രൂഷ, ഉപദേശം, എക്സോട്ടേഷൻ, ഗിവിങ്, റൂളിങ്, മേഴ്സി, കമ്പാഷൻ, അങ്ങനെയുള്ള കരുണ. അവിടെയും വീണ്ടും നമ്മൾ ചില കാര്യങ്ങൾ, ഇവിടെ ശുശ്രൂഷകൾ എന്ന് പറയുമ്പോഴത്തേക്ക് സെർവിങ് ആണ്. സെർവിങ്, ശുശ്രൂഷ, മിനിസ്ട്രി. സെർവിങ് എന്നോട് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഒരു വെയിറ്റർ, ഒരു ഹോട്ടലിലും മറ്റൊരു വെയിറ്റർ ചെയ്യുന്ന ജോലി എന്താണ്? വെയിറ്റർ ചെയ്യുന്ന ജോലി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വന്ന് ഭക്ഷണത്തിനിരിക്കുന്ന ആളുകളുടെ ഇഷ്ടമനുസരിച്ച് അവർക്ക് വേണ്ടി കാര്യങ്ങളെ കൊണ്ട് കൊടുക്കുന്നതാണ്. അതാണ് വാസ്തവത്തിൽ ശുശ്രൂഷ എന്ന് പറയുന്നത്.